സുജയ ഭവതി, അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ നരേന്ദ്രമോദി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു കൊയിലേഷൻ ധർമ്മം മാനേജ് ചെയ്യേണ്ട ഒരു നേതാവായിട്ട് പരിണമിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ബാർഗനിങ് പവറൊന്നും നമുക്ക് ഊഹിക്കുന്നതിലും അപ്പുറത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാൻ നിലവിൽ സാധ്യത നമ്മൾ കാണുന്നില്ല, അല്ലേ? ഇന്ത്യ മുന്നണിക്ക് എങ്ങനെ സർക്കാർ രൂപീകരിക്കാൻ കഴിയും? കാരണം അവർക്ക് ഇത്രയും പാർട്ടികളുടെ കൂട്ടം, എത്ര പാർട്ടികളാണ് അരുൺ സാർ ഫൈനൽ ലിസ്റ്റ് അനുസരിച്ച് TMC പുറത്തേക്ക് പോയതിനു ശേഷം ഫൈനൽ ലിസ്റ്റ് അനുസരിച്ച് 25 അല്ലേ മൊത്തത്തിലുള്ളത്? ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് JDU NDAക്കൊപ്പമാണ്. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായതാണ്. അതൊരു പ്രീ പോൾ അലയൻസ് ആൻഡ് പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ട്. പ്രീ പോൾ അലയൻസ് ഉണ്ടാക്കിയാണ് ഇന്ത്യ മുന്നണിയും NDAയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ പ്രീ പോൾ അലയൻസിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഫൈറ്റ് ചെയ്തു. TDP നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഫൈറ്റ് ചെയ്തത് ഈ അലയൻസായി തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ TDP BJP ജനസേന അലയൻസ് ആണ് ആന്ധ്രാപ്രദേശിൽ ഫൈറ്റ് ചെയ്തത്. 175-ൽ 167 സീറ്റുമായി മിന്നുന്ന വിജയമാണ്. ഇന്ത്യ ബ്ലോക്കിന് പച്ച തൊടാനെന്നല്ല, അവിടെ ആ ഭാഗത്തൊന്ന് വന്ന് കാണാൻ പോലും കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ 175-ൽ 167ലേക്ക് NDA അവിടെ എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മിന്നും വിജയം സ്വന്തമാക്കിയ ഒരു പ്രീ പോൾ അലയൻസ്, അതിൽ നിന്ന് TDPയുടെ ചന്ദ്രബാബു നായിഡു ഞങ്ങൾക്കൊപ്പം വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസം തോന്നേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഒരു പ്രീ പോൾ അലയൻസിലൂടെ രണ്ട് കൂട്ടമായി മത്സരിക്കുന്നു. അതിനുശേഷം വിജയിച്ച പക്ഷത്ത് നിന്ന് രണ്ട് ടീമിനെ അടർത്തിയെടുത്ത് ഞങ്ങൾക്കൊപ്പം കൂട്ടുക, അതിനെയാണ് മലയാളത്തിൽ നമ്മൾ പറയുന്ന കുതിര കച്ചവടം. അതുപോലെ തന്നെ ഓപ്പറേഷൻ കമലയല്ല, ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ ഇന്ത്യ ബ്ലോക്ക്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ആ ഓപ്പറേഷൻ ഒന്നും ഫലിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനിറങ്ങേണ്ട എന്ന് സോണിയാഗാന്ധി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം കൊടുത്ത ഉപദേശമാണ് യഥാർത്ഥത്തിൽ കൃത്യമായ കാര്യം. പിന്നെ സർക്കാർ രൂപീകരിക്കണമെന്ന വാദവുമായി ഇന്ത്യ ബ്ലോക്കിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഇന്ത്യ മുന്നണി യോഗത്തിന് സഞ്ജയ് റാവത്തും അനിൽ ദേശായിയും അരവിന്ദ് സാവന്തും പോകൂ, അതിനുശേഷം ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനാവശ്യമായ നീക്കുപോക്കുകളിലേക്ക് കടക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ പിന്നാലെ വരാം എന്നാണ്. എന്തായാലും ഇപ്പോൾ ഇന്ന് യോഗത്തിന് വരുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്തിനാണ് എന്നത് കൂടി നമ്മൾ നോക്കണം. ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എൻഡ് ഡിക്റ്റേറ്റർഷിപ്പ്, അവരുടെ ആദ്യത്തെ ക്യാമ്പയിൻ വാചകം അതായിരുന്നു, എൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് മോദി. പിന്നെ സേവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് രണ്ടും സംരക്ഷിക്കുന്നതിനായി അവർ കൂട്ടുപിടിക്കാൻ പോകുന്നത് ആരെയാണ്? സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ കൂട്ടുപിടിക്കാൻ പോകുന്ന ആരെയാണ്? ഈ ഏകാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ, പ്രതിപക്ഷത്തിൻ്റെ വാദമാണ്, എൻ്റെ വാദമല്ല, പ്രതിപക്ഷം ആരോപിച്ച കാര്യങ്ങളെല്ലാം NDAക്കൊപ്പം നിന്ന് ചെയ്ത TDPയെയും JDUവിനെയൊക്കെ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനകത്ത് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇതാണോ സ്നേഹത്തിൻ്റെ കട? രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ പുറത്തുപോയ ആളുകളല്ലേ ഇവരൊക്കെ? ഇവരെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് കടയിൽ കച്ചവടം കൂട്ടാമെന്നൊന്നും രാഹുൽ ഗാന്ധി വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് സർക്കാർ രൂപീകരിക്കുമോ എന്നുള്ള ചോദ്യം തന്നെ ഇവിടെ ഇർറെലവൻ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. പിന്നെ നിതീഷ് കുമാർ പറഞ്ഞ വാചകത്തെക്കുറിച്ച് ഇവിടെ കോട്ട് ചെയ്തല്ലോ, പാറ്റ്ന ഡൽഹി വിസ്താര ഫ്ലൈറ്റ് UK 718. അതിലാണ് രാവിലെ 10:40 നിതീഷ് കുമാറും തേജസ്വി യാദവും ഒന്നിച്ച് ഡൽഹിയിൽ വന്ന് പറന്നിറങ്ങിയത്. അതിനുശേഷം നിതീഷ് കുമാറിനോട് കമൻസ് ചോദിക്കുമ്പോൾ നിതീഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് സർക്കാർ തോ അബ് ബനേഗി ഹി എന്നാണ്. അത് NDA സർക്കാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്, അല്ലാതെ ഇന്ത്യ ബ്ലോക്കിൻ്റെ അപ്പുറത്തെ മീറ്റിങ്ങിലേക്ക് പോയി ഇരിക്കാനായിട്ടല്ല നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് വന്നത്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടല്ല, NDAയുടെ ഭാഗമായിട്ടാണ് നിതീഷ് കുമാറും JDUവും ഈ തെരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്തതെങ്കിൽ നിതീഷ് കുമാർ NDAയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകും. അതിന്മേൽ ചർച്ച ചെയ്ത് സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചന്ദ്രബാബു നായിഡു കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വി ആർ ഇൻ NDA എന്നാണ്. അത് ആന്ധ്രാപ്രദേശിലും അതെ, കേന്ദ്ര സർക്കാരിലും അതെ. പിന്നെ ഒരു മുന്നണിക്കുള്ളിൽ ഏതൊക്കെ സ്ഥാനങ്ങൾ വീതം വെച്ചെടുക്കും, പ്രധാനമന്ത്രിയാകണമെന്നൊന്നും എന്തായാലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിനായുള്ള NDA MPമാരുടെ യോഗം വെള്ളിയാഴ്ച വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ തലക്കെട്ടായി നമുക്കത് ഇടാനും കഴിയും, 3ാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നുള്ളത്. പിന്നെ ഈ ചന്ദ്രബാബു നായിഡു സ്പീക്കർ സ്ഥാനം ചോദിച്ചാൽ സ്പീക്കർ സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുന്ന വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ സഖ്യത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അവസരങ്ങൾക്ക് പ്രതിപക്ഷം കാത്തിരിക്കുകയാണ്, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നിങ്ങൾ തന്നെ മാറ്റി എല്ലാവരും മറ്റൊരു പോയിന്റിലേക്ക് എത്തി. പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷത്തെ ഇരിക്കാൻ പറ്റൂ, കാരണം ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനം കൊടുത്തിട്ടില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവസരവാദ സഖ്യത്തിന് ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനം കൊടുത്തിട്ടില്ല, ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. പിന്നെ TDPയുടെ പക്കൽ 12 MPമാരുണ്ട്, JDUവിൻ്റെ പക്കൽ 12 MPമാർ, ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ പക്കലുള്ള 7 MPമാർ, ചിരാഗ് പാസ്വാൻ LJPയുടെ 5, ഇതെല്ലാം ചേർത്ത് ഇങ്ങോട്ടേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അങ്ങനെ അടർത്തിയെടുക്കുന്ന കുതിര കച്ചവടമാണ് എന്നുണ്ടെങ്കിൽ ഇവർ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഇവരുടേതായ നരേന്ദ്രമോദിക്ക് ഇല്ലാത്തതും ഞങ്ങൾക്കുള്ളതുമായ അവരവകാശപ്പെടുന്ന മൂല്യങ്ങളൊക്കെ എവിടെ പോയി? രാഹുൽ ഗാന്ധി ആ
ചോദ്യത്തിന് ഉറപ്പായും മറുപടി പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ BJP ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി അതിന്റെ പ്രസൻസ് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഫാക്ടാണ്. സദേൺ സ്റ്റേറ്റ്സിലടക്കം വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ട്, എന്തിന് കേരളത്തിലടക്കം അക്കൗണ്ട് തുറന്നുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തോട്, ഇന്ത്യ ബ്ലോക്കിനോട് പറയാനുള്ളത്, ഒരു കൺസ്ട്രക്റ്റീവ് കോപ്പറേഷനിൽ കൂടി രാജ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ ഇന്നത്തെ 6 മണിക്കത്തെ യോഗം നിങ്ങൾ എങ്ങനെ നല്ലൊരു പ്രതിപക്ഷമാകാം, എങ്ങനെ നല്ല തീരുമാനങ്ങൾ അത് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എടുക്കുന്നതിൽ കൺസ്ട്രക്റ്റീവായുള്ള ഡിസ്കഷൻസിലേക്ക് പാർലമെന്റ് സ്തംഭിപ്പിക്കാനും കരിങ്കൊടി വീശാനുമല്ല, പ്ലക്കാർഡ് ഉയർത്താനല്ല, ഗാന്ധി പ്രതിമയെ വളഞ്ഞു വെക്കാനല്ല, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ഡെവലപ്ഡ് നേഷനായി എങ്ങനെ മാറ്റാം എന്നതിനുള്ള ചർച്ചകളിലേക്ക് പോവുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യേണ്ടത്. പിന്നെ അംബേദ്കറിനെ എപ്പോഴും കോട്ട് ചെയ്യാറുള്ളത് കൊണ്ട് അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്താം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ അനാർക്കിസ്റ്റ് പൊളിറ്റിക്സ്. പറഞ്ഞത് BR അംബേദ്കർ ആണ്. അതൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ ഇന്ത്യ ബ്ലോക്കിന് ഈ പർച്ചേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. എന്തായാലും പാർലമെന്ററി ജനാധിപത്യത്തിലെ പ്രതിപക്ഷം ഉദ്ദേശിച്ചല്ല ഇങ്ങനെ പറഞ്ഞോട്ടെ, എന്തായാലും പറഞ്ഞ വാചകമാണല്ലോ, അല്ലാതെ അങ്ങ് പറയില്ല. ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ അങ്ങ് പ്രയോഗിച്ചു, ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഈ കോണ്ടെക്സ്റ്റിലും അത് ആപ്ലിക്കബിൾ ആണ്, ഈ കോണ്ടെക്സ്റ്റിലും അത് ചേരുന്നിടത്ത് നമ്മൾ പ്രയോഗിക്കണം. പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ? BJP പ്രതിഷേധിച്ചിട്ടില്ലേ? പ്രതിഷേധം വേണം. ഇത് പ്രതിഷേധം മാത്രമായി പോകരുത് സർ. മാത്രമല്ല അതിനകത്ത് ഇന്ത്യ ബ്ലോക്ക് എന്തായാലും, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ, ഇന്ത്യ ബ്ലോക്ക് എന്തായാലും സർക്കാർ ഉണ്ടാക്കാമെന്നുള്ള മോഹം മാറ്റിവെച്ചേക്കും. മോഹം അവരിപ്പോൾ അതിലേക്ക് ഇറങ്ങുന്നില്ല. KC വേണുഗോപാൽ അത് പറഞ്ഞു കഴിഞ്ഞു. KC വേണുഗോപാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. KC വേണുഗോപാൽ പറഞ്ഞു തിടുക്കപ്പെട്ട ഒരു നീക്കത്തിനുമില്ല എന്നുള്ളതാണ്. നിതീഷ് കുമാർ, ഇപ്പോൾ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന നിതീഷ് കുമാർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5 തവണ അല്ലേ, 5 വർഷം കൊണ്ട് 5 തവണ സൈഡ് മാറിയ ആൾക്കാരാണ്. ചന്ദ്രബാബു നായിഡുവും അങ്ങനെ തന്നെയാണ്. പാതി വഴി കിട്ടുപോയൊരു സർക്കാരാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പേരിൽ. അവരുടെ സീറ്റ് എണ്ണം ഞാൻ പറഞ്ഞു. അല്ല, ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമായും. പക്ഷേ എങ്ങനെയാണ് ഇതിനെ ചന്ദ്രബാബു നായിഡു 2018 NDA വിട്ട് UPA വന്നത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ്. അപ്പോൾ 2014-19 സർക്കാരിന്റെ കാലത്ത് NDA ആന്ധ്രയ്ക്ക് ഘടകകക്ഷിയായിരുന്നിട്ടും പ്രത്യേക പദവി കൊടുത്തില്ല. ഇനിയിപ്പോ 2024 കൊടുത്തേ തീരൂ. ചോദിച്ചിട്ടുണ്ടല്ലോ വലിയ ബാർഗനിങ്ങിലേക്ക്. മാത്രമല്ല അവർ ഒന്നിച്ചാണ് സാർ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കണക്ക് പറഞ്ഞത്. 175-ൽ 167. അതാണ് അവർക്ക് ആവശ്യമില്ല. ഈ TDPക്ക് BJP ആവശ്യമില്ല ആന്ധ്രാപ്രദേശിൽ ഭരിക്കാൻ. TDP ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടില്ല. ഡോക്ടർ അരുൺകുമാറിന്റെ ടേക്ക്. കണക്കുകളല്ലേ വളരെ ക്ലിയർ ആണ്.